ബാലരാമപുരം സർക്കിൾ ഓഫീസ് ഓഗസ്റ്റ് 15-ന് ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബാലരാമപുരം സർക്കിൾ ഓഫീസിന്റെ പുതുക്കിയ കെട്ടിട നിർമ്മാണം അതിവേഗം പൂർത്തിയായി വരുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി പണി പൂർത്തിയായ കെട്ടിടത്തിന്റെ താക്കോൽ അധികൃതർക്ക് കൈമാറും. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും പുതുക്കിയ കെട്ടിടം സജ്ജമാകുന്നതോടെ വലിയ ആശ്വാസമാകും. ആധുനിക രീതിയിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ക്രമീകരിച്ചിരിക്കുന്നത്. സർക്കിൾ ഓഫീസിന്റെ പണി അതിവേഗം പുരോഗമിക്കുകയാണ്. അതിൻ്റെ മേസ്തിരിപ്പണികളും ജനലും വാതിലുമെല്ലാം ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഫ്ലോറിങ്ങും പൂർത്തിയായി. ഇനിയുള്ളത് പെയിൻറ്റിങ്ങും പ്ലംബിങ്ങും വയറിങ്ങും മാത്രമാണ്. ഇത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് വളരെ വേഗം മുന്നോട്ട് പോകുന്നത്. ഇത് വരുന്നതോടുകൂടി തന്നെ നമ്മുടെ ബാലരാമപുരം ജംഗ്ഷനിലെ പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും. ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും ആകാംക്ഷയോടുമാണ് കാത്തിരിക്കുന്നത് ഈ സർക്കിൾ ഓഫീസ്, പോലീസ് സർക്കിൾ ഓഫീസ് തുറക്കുന്നതിന് വേണ്ടി. ഞങ്ങളിതുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ തകർക്കുവാനും ഇതിനെ പൊളിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ചില ഗൂഢശക്തികൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മുന്നോട്ട് വരികയാണ്. ആര് വന്നാലും ശരി തന്നെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ താക്കോൽ ദാനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തുന്നതിനായി അവസാനഘട്ട പണികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ബാലരാമപുരത്തിൻ്റെ ഹൃദയഭാഗത്തിൽ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിന് ഇറങ്ങിയത്. എന്ത് അപരാധം കേൾക്കേണ്ടി വന്നാലും അത് ഈ സമൂഹത്തോട് എന്ത് സത്യമുണ്ട് എന്നുള്ളത് ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ പണി പൂർത്തിയാകുന്നതിനോടുകൂടി ഈ ഉത്തരവാദിത്വം ഞങ്ങൾ ഈ സമൂഹത്തിനോട് നിറവേറ്റുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ വന്ന് ആർക്ക് നോക്കിയാലും അറിയാം, വളരെ മനോഹരമായ രീതിയിലാണ് ഞങ്ങൾ ഇന്ന് ഈ കെട്ടിടം ഇവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർക്ക് ഏകദേശം 2-3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇത് പൂർത്തീകരിച്ച് ഇതിനെ ഉത്തരവാദിത്വപ്പെട്ടവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ പ്രവേശിക്കാം, ഇത് നോക്കാം. എവിടെയാണ് അപാകതകളുണ്ട് എങ്കിൽ ആ അപാകതകൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞവർ അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾക്കൊരു അപേക്ഷയുമുണ്ട്. ലാസ്റ്റാണ് നമ്മുടെ ആഗസ്റ്റ് 15, അന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം ചിങ്ങമാസത്തിൽ നമുക്ക് ബാലരാമപുരം പട്ടണത്തിൽ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ദിവസമാണ് വരുന്നത്. ഓണം, തിരുവോണവും നബിദിനവും ഒരു ദിവസമാണ് വരുന്നത്. ആഗസ്റ്റ് മാസം 25-ാം തീയതി ഒരു നല്ല മുഹൂർത്തമാണ് ഈ ഓഫീസ് ബാലരാമപുരത്ത് വരുന്നത്. ജനങ്ങളുടെ ആകാംക്ഷ ഈ 15-ാം തീയതിയോടെ തീരും. ഇത് ജനങ്ങളുടെ ഓഫീസാണ് ഓഫീസ് എന്നുള്ളത്. അല്ലാതെ ഇവർ മറ്റുള്ളവർ കള്ളപ്രചരണം നടത്തുന്നത് പോലെയല്ല. ആഗസ്റ്റ് 15 കഴിയുമ്പോൾ നമ്മളിതിൻ്റെ താക്കോല് ഇത് കൊടുത്ത് കൈമാറി ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. പിന്നെ ഇത് ജനങ്ങളുടെ ഒരു ഓഫീസാണ് ഓഫീസ്. ഈ കുപ്രചരണങ്ങൾ എല്ലാം ഒരു അവസാനം ഈ ആഗസ്റ്റ് 15 അവസാനിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. GTV ന്യൂസ്, ബാലരാമപുരം.